സാർ എന്താ വേണ്ടത്? എനിക്കൊരു കട്ടൻ. ഷുഗർ വേണ്ട. ഷുഗർ വേണ്ട. ഇവിടെ എനിക്ക് ഉപ്പിട്ടൊരു നാരങ്ങ സോഡ. കഴിക്കാൻ ഒരു പപ്സ് എടുത്തോ. ഒരു പപ്സ്. ചേച്ചിക്ക് എനിക്കൊരു കട്ട്ലറ്റ്. കട്ട്ലറ്റ്. മീറ്റല്ലേ? ആ. ഇപ്പോഴാണോ നാരങ്ങ സോഡ വെള്ളം? അതിനെന്നാ? അല്ല, ഈ മഴയും തണുപ്പൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ആ, അത് നിങ്ങൾ താഴെയുള്ളവർക്ക്. ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് ഈ തണുപ്പൊന്നും ഒന്നുമല്ല. തുടങ്ങി ഹൈ റേഞ്ച് പോലാണ്. ഐ വേണമെങ്കിൽ നീ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. എന്താണ് വിശേഷം പറയാനാ? നല്ല രാത്രി സംസാരിച്ചു കഴിഞ്ഞിട്ട്. ആ ശരി. ഹോസ്റ്റലാകെ ഇച്ചിരി വരെ ഉള്ളൂ. 3-4 ദിവസം അവധി കിട്ടിയിട്ട് എന്താ വീട്ടിൽ പോകാൻ ഞാൻ സിസ്റ്റർ ചോദിച്ചായിരുന്നു. നീ എന്താ പറഞ്ഞു? ഷൈനോട് പറഞ്ഞ അതേ കാരണം പറഞ്ഞു. ഡോക്ടറെ കാണാനുണ്ടെന്നും തയ്ക്കാൻ കൊടുക്കാനുണ്ടെന്നൊക്കെ. ഞാൻ ഈ ഞായറാഴ്ച പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ സിസ്റ്റർ ഒന്നും ചോദിച്ചില്ല. നീ പോവാണോ? പിന്നല്ലാണ്ട് 3 ദിവസം ഞാനിവിടെ ഒറ്റയ്ക്കൊന്നും എന്നാ ചെയ്യാനാ? അതിന് നീ ഒറ്റയ്ക്കല്ലല്ലോ, ഞാൻ നിന്റെ കൂടെ അല്ലേ. അയ്യടാ, അതെ നല്ല ആളാ. ഇന്ന് തന്നെ രാവിലെ ഞാൻ പോകണ്ടായിരുന്നു. അപ്പോഴാ നിക്കുന്നേ സിനിമയ്ക്ക് പോവാന്നൊക്കെ പറഞ്ഞ് കൊഞ്ചു നിന്നേ. സിനിമയില്ല, ഒന്നുമില്ല. സിനിമയ്ക്ക് പോവായിരുന്നു. ഈ ഒടുക്കത്തെ മഴ കാരണല്ലേ. എന്ത് ചെയ്യാനാ? ഇപ്പൊ തന്നെ കയ്യും കാലും വരച്ചിട്ട് വയ്യ. ഇതെങ്ങാനും അപ്പൻ അറിഞ്ഞോണ്ടല്ലോ മുട്ടുകാരൻ അടിയടിക്കും. നിങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് പേടിയൊക്കെ ഉണ്ടല്ലേ. ശരി. ഈ കട്ട്ലറ്റിൽ മൊത്തം ഉരുളക്കിഴങ്ങാണല്ലോ. എല്ലായിടത്തും അങ്ങനെ തന്നെയാ. ഓ പിന്നെ അതെ, വണ്ടമ്പേട്ടി വന്നിട്ട് ആനിലത്താനത്ത് ലിസാനി ഉണ്ടാക്കുന്ന കട്ട്ലറ്റിനെ പിന്നെ ചോദിച്ചു നോക്കുക. അപ്പം അറിയാം. ഓ ദൈവമേ, അപ്പനാണല്ലോ. മിണ്ടല്ലേ. ഹലോ അപ്പാ. ആ, ഞാനൊന്ന് പുറത്തേക്ക് വന്നേക്കുവാ തയ്ക്കാൻ കൊടുക്കാനൊക്കെ ആയിട്ട്. ഹലോ, കേൾക്കാവോ? അപ്പം മുറിഞ്ഞു പോന്നു. എന്തേ? അറിയില്ല. ഹലോ. ആ അപ്പാ. ആ, ഞാൻ പെട്ടെന്ന് അങ്ങ് എത്തിയേക്കാം. സൺലൈറ്റ് എന്നെ ഒന്ന് സ്റ്റാൻഡിൽ കൊണ്ട് വിടണം. എനിക്ക് വീട്ടിൽ പോകണം. എൻ്റെ വീടിൻ്റെ അവിടെ മല ഇടിഞ്ഞു. എടാ, ഞാൻ പൈസ തരാം.